എല്ലാവർക്കും നമസ്കാരം. യു ക്യാൻ ഡു ചാനലിൻ്റെ കുക്കിംഗ് സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു വ്യത്യസ്ത വിഭവമാണ് ഉണ്ടാക്കുന്നത്. ഞാനിവിടെ എടുത്തു വച്ചിരിക്കുന്നത് ഇലുമ്പൻ പുളിയാണ്. ഇത് ഇലുമ്പൻ പുളി എന്നും ഇരുമ്പൻ പുളി എന്നും ചെമ്മീൻ പുളി എന്നൊക്കെ പല പേരിൽ അറിയപ്പെടുന്നുണ്ട്. ഇവിടെ ഞാൻ പഴുത്ത ഇലുമ്പൻ പുളിയാണ് എടുത്തു വച്ചിരിക്കുന്നത്. നിങ്ങളെ കാണിക്കാൻ വേണ്ടി വെച്ചു എന്നേ ഉള്ളൂ. ഞാനിവിടെ 15 ഇതേ വലുപ്പത്തിലുള്ള 15 പുളി എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞു വയ്ക്കുക. ഇത് കൂടാതെ ഇതിൻ്റെ കൂടെ വേണ്ട വേറൊരു സാധനമാണ്. ഇത് ഈത്തപ്പഴമാണ്. 250 ഗ്രാം ഈത്തപ്പഴമുണ്ട്. അത് ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് അതൊന്ന് 2 വെള്ളത്തിലൊന്ന് കഴുകിയിട്ടോ. കഴുകിയതിന് ശേഷം അതിൻ്റെ അകത്തുള്ള കുരു എല്ലാം കളഞ്ഞതിന് ശേഷം ഇളം ചൂട് വെള്ളത്തിൽ അരമണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നന്നായി കുതിർന്നിരിക്കുകയാണ്. നമ്മൾ ഇനി ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഈ ഈത്തപ്പഴം ഇട്ടിട്ട് നന്നായിട്ട് ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. അതിനുശേഷം നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ആദ്യം ഞാൻ ഈത്തപ്പഴം ഒന്ന് അരച്ചെടുക്കട്ടെ. അങ്ങനെ നമ്മുടെ ഈത്തപ്പഴം ഫൈൻ പേസ്റ്റായിട്ട് അരച്ചു വെച്ചു. ഇലുമ്പിപ്പുളിയും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കറി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് പറഞ്ഞുതരാം. അപ്പോഴും ബാക്കിയുള്ള എന്തൊക്കെയാണ് വേണ്ട ഇൻഗ്രീഡിയൻസുകൾ പറഞ്ഞുതരാം. തൊടുകറി ഉണ്ടാക്കാനുള്ള പാത്രം നമ്മൾ അടുപ്പിൽ വെച്ചു. ഇതിലേക്ക് ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുകയാണ്. നമ്മുടെ എണ്ണ ചൂടായി കഴിഞ്ഞു. അതിലേക്ക് ഞാൻ ചെറിയ ചുവന്നുള്ളി, ഇത് 8 എണ്ണം ഉണ്ട്, നന്നായി പൊടിയായിട്ട് അരിഞ്ഞതാണ്, ഇതിലേക്ക് ചേർക്കുകയാണ്. ഇനി ഇതിലേക്ക് ഇഞ്ചി പൊടിയായി അരിഞ്ഞത് 2 ടേബിൾ സ്പൂൺ ചേർക്കുന്നു. ഇത് നല്ല ചുവന്ന നിറമായിട്ട് വരണം, നന്നായിട്ട് മൂത്ത് വരണം, കരിയാൻ പാടില്ല, നല്ല മൂക്കുക. തീ കുറച്ച് വെച്ചിട്ട് ചെയ്യാം. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില ചേർക്കുകയാണ്. കുറച്ചേ ഇപ്പോൾ ഇടുന്നുള്ളൂ, ബാക്കി നമുക്ക് പിന്നെ ചേർക്കാം. ഇനി ആ ഉള്ളിക്കൊരു ലൈറ്റ് ബ്രൗൺ കളറാവുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർക്കുകയാണ്. എണ്ണ കുറവായതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് ആദ്യം തന്നെ വേണമെങ്കിൽ ഒരു 2.5 സ്പൂണൊക്കെ ചേർക്കാവുന്നതാണ്. 2.5 ടേബിൾ സ്പൂൺ എണ്ണയൊക്കെ ചേർക്കാവുന്നതാണ്. നമ്മുടെ ഇഞ്ചിയും ഉള്ളിയും കൂടി നല്ല ഏകദേശമൊക്കെ ഒരു ബ്രൗൺ നിറമായി വന്നു കഴിഞ്ഞു. ഇനി നമ്മൾ ഇതിനകത്തേക്ക് നമ്മുടെ മസാലകളൊക്കെയാണ് ചേർക്കുന്നത്. മസാല എന്ന് പറഞ്ഞാൽ ആദ്യം ഞാൻ ചേർക്കാൻ പോകുന്നത് മുളക് പൊടിയാണ്. 2 ടീസ്പൂൺ മുളക് പൊടിയാണ് ഞാനിതിലേക്ക് ചേർക്കുന്നത്. ഇത് കാശ്മീരിയും സാദാ മുളകും കൂടി മിക്സ് ചെയ്ത് പൊടിച്ചതാണ്. ഇനി ഇത് കൂടാതെ ഇനി ഇതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് പൊടി ചേർക്കുകയാണ്. അതുകൂടാതെ 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടിയും ചേർക്കുന്നു. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. അപ്പോൾ നമ്മുടെ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ഇലുമ്പൻ പുളി ചേർക്കുന്നു. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർക്കുകയാണ്. നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം കുറച്ച് നേരം നമുക്കിത് മൂടി വെച്ച് വേവിക്കണം. ഈ പുളി നന്നായിട്ട് വെന്തുടയണം, അതുവരെ ഇത് വേവിക്കണം. ഇപ്പം ഞാൻ ഫ്ലെയിം കുറച്ച് വെച്ചിരിക്കുകയാണ്. ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് കൊണ്ട് നമുക്കിത് വേവിച്ചെടുക്കാൻ കഴിയും. നമുക്ക് നമ്മുടെ മൂടി ഒന്ന് തുറന്ന് നോക്കാം. ഇതാ കണ്ടില്ലേ, പുളിച്ചി വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ഒരല്പം പോലും നമ്മൾ വെള്ളം ചേർത്തിട്ടില്ല. ഇതിനകത്ത് നിന്ന് വെള്ളം ഊറി തന്നെയാണുള്ളത്. ചില കഷ്ണങ്ങളൊക്കെ ഇനിയും ഉടയാനുണ്ട്. ഒന്ന് നന്നായിട്ട് വെന്തുടയുന്നത് വരെ ഒന്നുകൂടി നമുക്ക് മൂടി വെച്ച് വേവിക്കാം.
ഇനി നമുക്ക് നമ്മുടെ മൂടിയും തുറന്ന് നോക്കാം. ഇതാ കണ്ടില്ലേ, നമ്മുടെ ഇലുമ്പൻ പുളി നന്നായിട്ട് വെന്തിട്ടുണ്ട്, പാകമായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരച്ചു വെച്ച ഈത്തപ്പഴം ഇല്ലേ, അത് ചേർക്കണം. ഈ ഈത്തപ്പഴം എന്ന് പറയുന്നത് നല്ല മധുരമുള്ളതാണ്. അതുകൊണ്ട് ഇലുമ്പൻ പുളിയുടെ പുളി അത് മുന്നിട്ട് നിൽക്കണം, മധുരവും വേണം. അതുകൊണ്ട് അത് പാകം നോക്കി വേണം ഇതിടാൻ. ഞാൻ നല്ല മധുരമുള്ളതായതുകൊണ്ട് ഞാൻ കുറേശ്ശെ ഇട്ട് നോക്കി ഇളക്കി നോക്കിയിട്ടേ ബാക്കി ഇടുന്നുള്ളൂ. നമുക്ക് കിട്ടുന്ന ഈത്തപ്പഴത്തിൻ്റെ മധുരത്തിനനുസരിച്ചായിരിക്കണം നമ്മളിതിനകത്തേക്ക് ചേർക്കുന്നത്. ഇനി ഞാനതൊന്ന് ഇളക്കി നോക്കട്ടെ, മിക്സ് ചെയ്ത് നോക്കട്ടെ. അപ്പോൾ നമ്മൾ 250 ഗ്രാം ഈത്തപ്പഴം അരച്ചതിൽ ഇനി ഒരു 4 ടേബിൾ സ്പൂൺ ഈത്തപ്പഴം അരച്ചത് ബാക്കിയുണ്ട്. ഞാൻ നോക്കിയപ്പോൾ എൻ്റെ പാകത്തിന് ഇത് മതിയാവും. ഇനി കൂടുതൽ മധുരം വേണമെന്നുള്ളവർക്ക് കൂടുതൽ ചേർക്കാവുന്നതാണ്. അവരുടെ ഓരോരുത്തരുടെയും മധുരത്തിൻ്റെ പുളിയുടെയൊക്കെ പാകത്തിനനുസരിച്ച് നിങ്ങൾക്കത് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി ഇത് നമുക്ക് ഒന്ന് വെന്ത് വരണം, ഈത്തപ്പഴം ഒന്ന് വെന്ത് വരണം. അതുവരെ നമുക്കൊന്ന് കാത്തിരിക്കാം. ഈത്തപ്പഴമൊക്കെ ചേർത്തതിന് ശേഷം നമ്മുടെ കറി തിളച്ചു. ഇത്ര മതിയാവും, ഇത്ര ലൂസ് വേണം, കാരണം ഇത് തണുത്ത് കഴിയുമ്പോൾ ഒന്നുകൂടി ഒന്ന് കുറുകും. ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് നമ്മുടെ എരിവും പുളിയൊക്കെ ഒന്ന് ക്രമീകരിക്കാൻ വേണ്ടി ഞാൻ ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ ശർക്കര പാനി കൂടി ചേർക്കുകയാണ്. ഇത്രയുമേ ചേർക്കുന്നുള്ളൂ. കാര്യം എന്താ വെച്ചാൽ ഈത്തപ്പഴത്തിന് നല്ല മധുരം ഉള്ളത് കൊണ്ട് ഇത്ര മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇനി നമുക്കിത് മിക്സ് ചെയ്യും. ഇനി നമ്മൾക്ക് ഇതിലേക്ക് കടുക് വറുത്തിടാം. നമ്മുടെ പാത്രം ചൂടായി കഴിഞ്ഞു. ഇതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായി കഴിഞ്ഞു. ചൂടായ എണ്ണയിലേക്ക് ഞാൻ കടുക് ഇടുകയാണ്. ഇനി ഇതിലേക്ക് ഞാൻ 2 മുളക് ഇടുന്നു. കടുക് പൊട്ടിത്തെറിക്കാതിരിക്കാൻ അങ്ങനെ ചെയ്തത്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില, ഇനി ആ കറിയിലേക്ക് നമ്മൾ കടുക് വറുത്തത് ചേർക്കുകയാണ്. അപ്പോൾ നമ്മുടെ കറി റെഡിയായി കഴിഞ്ഞു. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് തണുക്കുമ്പോൾ നമുക്ക് കുപ്പിയിലാക്കി സൂക്ഷിക്കാവുന്നതാണ്. ഫ്രിഡ്ജിൽ എടുത്തു വയ്ക്കുകയാണെങ്കിൽ ഒരാഴ്ചയോളം കേടുകൂടാതെ ഇരിക്കും. ഒരു തൊടുകറിയായിട്ട് ഉപയോഗിക്കാൻ വളരെ നല്ലതാണ്. പാകത്തിന് പുളിയും മധുരവും എരിവും എല്ലാം ഉണ്ട്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് ഞങ്ങളെ അറിയിക്കുക, കമൻറ്റ് ബോക്സിൽ ഞങ്ങളെ അറിയിക്കുക. വീഡിയോ കണ്ടിഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതെല്ലാവർക്കും ചെയ്യാൻ കഴിയും. യു ക്യാൻ ഡു. താങ്ക് യു.